അപ്പൊ ആദ്യമായിട്ട് അഭിനയിച്ചത് എവിടെയായിരുന്നു? ഏത് ഷോയിലായിരുന്നു? ഡ്രാമ ജൂനിയേഴ്സിലായിരുന്നു. അമ്മ ജൂനിയേഴ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയിൽ പോയി. പിന്നെ കോമഡി മാസ്റ്റേഴ്സിൽ പോയി, നമ്മുടെ അമൃത ടിവിയിലെ. പിന്നെ വീണ്ടും സി കേരളത്തിലെ സൂപ്പർ ഷോയിലേക്ക് പോയി. പിന്നെ ആടുന്ന് വീണ്ടും അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ. അപ്പൊ ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ സി കേരളത്തിന്റെ ഓഡീഷനിൽ അതിൽ പങ്കെടുത്തു. പിന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കുകയായിരുന്നു അല്ലേ? അപ്പൊ വൈകിടെ ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ അഭിനയിക്കും, ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് ഇങ്ങനെ ഡാൻസ് പ്രായത്തിലായിരുന്നു? ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ 11ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ഡ്രാമ ജൂനിയേഴ്സിന്റെ ഓഡീഷന് പങ്കെടുക്കണേ. എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് സെലക്റ്റഡ് ആവുന്നത്. പിന്നെ എറണാകുളത്ത് വെച്ചിട്ടും 2-3 ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടി വിയിൽ മെഗാ ഓഡീഷൻ, അങ്ങനെ പിന്നെ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിൽ തന്നെ അമൃത ടി വിയിലെ സൂപ്പർ ഫാമിലി എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ സ്കിറ്റൊക്കെ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോമഡി മാസ്റ്റേഴ്സിൽ, പിന്നെ വീണ്ടും സി കേരളത്തിലേക്ക് തന്നെ പോയി സൂപ്പർ ഷോ എന്നുള്ള പ്രോഗ്രാമിൽ, പിന്നെ വീണ്ടും കോമഡി മാസ്റ്റേഴ്സിലേക്ക് തന്നെ വന്നു. അപ്പൊ രണ്ടുപേരും ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു കമന്റ് ഏതായിരുന്നു? അല്ലെ ജഡ്ജസിന്റെ ഒക്കെ അടുത്തുനിന്നുണ്ടായിട്ടുള്ള? ഞങ്ങൾ ചില സമയത്ത് ഡ്രാമ ജൂനിയേഴ്സിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ സ്കിറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരെ അതേ ക്യാരക്ടർ എടുത്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഓരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഓരോ മുന്നിൽ സ്കിറ്റ് ചെയ്യുമ്പം വളരെ ഇതാണ്. പിന്നെ ഓര് നമ്മളെ നല്ല അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും. ഇപ്പൊ നിരഞ്ജന്? ഞാൻ നമ്മളൊരു സ്കിറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ നല്ല രസമുണ്ടായിരുന്നു, മോനെ നീ ചെയ്യുന്നത് അടിപൊളിയായിരുന്നു എന്ന് പറയും. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞുതരും. അടുത്ത പ്രാവശ്യം അത് ശരിയാക്കിയിട്ട് നീ ചെയ്യണം എന്ന് പറഞ്ഞു തരും. അപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. അതുതന്നെ ഫാമിലിയൊക്കെ? എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. അച്ഛൻ ഗൾഫിലായിരുന്നു, പോയി അടുത്ത നാട്ടിലേക്ക് വന്നതാണ്. പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ കൂടെയൊക്കെ ആരാ വരാറില്ല? അമ്മയാണ് വരാറ് ഏറ്റവും കൂടുതൽ. അച്ഛനും ഗൾഫിലാണെങ്കിൽ പോലും വളരെ നല്ല സപ്പോർട്ടാണ്. ഏച്ചിയും നല്ല സപ്പോർട്ടാണ്. എനിക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു തരുന്നൊക്കെ ഏച്ചിയാണ്. അമ്മയാണ് എല്ലായിടത്തും പോകുമ്പോൾ എന്ത് റിസ്ക് ഉണ്ടെങ്കിലും എന്നെയും കൊണ്ട് പോകുന്ന അമ്മയാണ്.